ഉത്തർപ്രദേശ് രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. ബി.ജെ.പിയുടെ അപ്രമാദിത്യം കൊണ്ട് എന്നും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന അക്ഷരാർത്ഥത്തിൽ കാവിക്കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന യു.പിയിൽ ബി.ജെ.പിക്ക് തകർന്നു തുടങ്ങുകയാണ്. 3 പതിറ്റാണ്ടിലേറെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധം കരുത്താർജിച്ച ബി.ജെ.പി ഇന്ന് തിരിച്ചു നടക്കുന്നതിനുള്ള കാരണം പാളയത്തിൽ ഉടലെടുത്ത പട തന്നെ എന്ന് കാണാം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ കോട്ടയായ ഖൊരൻപൂരിൽ നിന്നുമാണ് പ്രശ്നങ്ങൾ ഉയരുന്നത് എന്നത് ബി.ജെ.പി തിരിച്ചടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്കൻ ഉത്തർപ്രദേശിലെ ഒരു ജില്ലയിൽ നിന്നുമുള്ള 2 ഭരണകക്ഷി എം.എൽ.എമാർക്ക് വധഭീഷണി ഉണ്ടെന്ന പരാതി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാരും പോലീസും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇവരുടെ വാദം. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആദിത്യനാഥാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാനവും കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ വിമത നീക്കത്തിന് ഉപമുഖ്യമന്ത്രി തന്നെ ചുക്കാൻ പിടിക്കുന്ന സാഹചര്യത്തിൽ പുതിയ വിവാദങ്ങൾ യോഗിയെ വെട്ടിലാക്കാൻ പോകുന്നതുമാണ്. എം.എൽ.എമാർ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് പരസ്യമായി ആശങ്ക ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ സാരമായി ബാധിക്കുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കാതിരുന്നതിന് പിന്നാലെ ബി.ജെ.പിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. കൂടാതെ നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉൾപാർട്ടി പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് 2 എം.എൽ.എമാരും സർക്കാരും ഉൾപ്പെട്ട ഈ പുതിയ വിവാദം എന്നും കാണാം. കാമ്പിയർഗഞ്ചിൽ നിന്നുമുള്ള എം.എൽ.എ ഫത്തേ ബഹദൂർ സിംഗ് അടുത്തിടെ സുരക്ഷാ വീഴ്ച ആരോപിച്ച് പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഖൊരഗ്പൂർ പോലീസ് തനിക്ക് നേരെ വന്ന വധഭീഷണിയിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് പ്രധാന ആരോപണം. തന്നെ കൊലപ്പെടുത്തുവാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് കാണിച്ച് ആദിത്യനാഥിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സിംഗ് കത്തയക്കുകയും ചെയ്തു. 7 തവണ എം.എൽ.എയും മുൻ മന്ത്രിയുമായ സിംഗ് മുൻ യു.പി മുഖ്യമന്ത്രി വീർ ബഹദൂർ സിംഗിന്റെ മകനും കൂടിയാണ്. ബി.ജെ.പി ജില്ലാ കൗൺസിൽ അംഗത്തിന്റെ മകനായ ബി.ജെ.പി പ്രവർത്തകൻ തന്നെ കൊലപ്പെടുത്താൻ കൊലയാളിയെ വാടകയ്ക്കെടുക്കാൻ 5 കോടി രൂപ പിരിച്ചെടുത്തതായാണ് സിംഗ് അവകാശപ്പെടുന്നത്. തന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയുമായുള്ള ഒത്തുകളി കാരണമാണ് തന്റെ പരാതിയിൽ പോലീസ് നടപടി എടുക്കാത്തതെന്നാണ് സിംഗ് ആരോപിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ തർക്കം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ മറ്റൊരു എം.എൽ.എ കൂടിയായ സർവൻ കുമാർ നിഷാദും വധഭീഷണി ഉണ്ടെന്ന് കാണിച്ച രംഗത്തെത്തുകയായിരുന്നു. റി ചൗരയെ പ്രതിനിധീകരിക്കുന്ന നിഷാദ് ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയുടെ അധ്യക്ഷൻ സഞ്ജയ് നിഷാദിന്റെ മകനാണ്. ഇതിനു പിന്നാലെ സഖ്യകക്ഷികളിൽ നിന്നുമുള്ള മറ്റു നേതാക്കന്മാരും ബി.ജെ.പിക്കെതിരെ രംഗത്ത് വന്നതോടെ കേന്ദ്ര നേതൃത്വവും വിവാദങ്ങളിൽ നിന്നും പതിയെ പിന്മാറിയിരിക്കുകയാണ്.